നക്കോൺ ടച്ചസിമയിലെ ഒരു ബൊഫെ സീ ഫുഡ് സ്ഥലമാണ്. നമുക്ക് വേണ്ട സാധനം ചൂസ് ചെയ്യാം. ഇത് ഞണ്ട്, കൊഞ്ച്, ശംഖ് പോലത്തെ സാധനങ്ങൾ, കല്ലുമ്മക്ക, നീരാളി, സ്ക്വിഡ്, നമുക്ക് വേണ്ട സാധനം ചൂസ് ചെയ്തെടുക്കാം. 399 ബാത്ത്, അതായത് ഒരാൾക്ക് 400 ബാത്ത് എന്ന് പറയുകയാണെങ്കിൽ 1000 രൂപയേ ഉള്ളൂ. അൺലിമിറ്റഡാണ്. ഇതാണ് ഇവിടുത്തെ വലിയ ഒരുപാട് ആൾക്കാർ ഇരിപ്പുണ്ട് ഇവിടെ. എല്ലാവരും ഈ പറഞ്ഞ പോലെ ബൊഫെ ഗ്രില്ല് ചെയ്ത് കഴിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടാണ്. ഇതിൻ്റെ കൂടെ ഇറച്ചിയുണ്ട്, ഫിഷ് മാത്രമല്ല. പക്ഷേ 400-1000 രൂപയ്ക്കെന്ന് വെച്ചാൽ 2 സാൽമൺ പീസ് തന്നെ ലാഭമാണ്. ബൊഫയ്ക്കകത്ത് ആ സീ ഫുഡ് മാത്രമല്ല കേട്ടോ, ഐസ്ക്രീം ഇൻക്ലൂഡ് ആണ്, എടുത്ത് കഴിക്കാം. പിന്നെ സ്വീറ്റ്സ് ഉണ്ട് ഇഷ്ടം പോലെ, പലതരത്തിലുള്ള സ്വീറ്റുകൾ. ഇതെല്ലാം അതിൻ്റെ പാക്കേജിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അങ്ങനെ കൊരാട്ടിലെ 2ാമത്തെ ദിവസം, അടുത്ത ദിവസം കറങ്ങാൻ ഇറങ്ങുന്നു. കൊരാട്ട് നക്കോൺ ടച്ചസിമയിലെ ഇടവഴിയിൽ നിന്നും മെയിൻ റോഡിലേക്ക്. ഹോട്ടലിൽ നിന്നൊരു 100 മീറ്റർ ഇറങ്ങുമ്പോൾ തന്നെ എക്സ്പ്രസ് വേ. അപ്പോൾ ഇവിടെ നിന്നൊരു വെള്ളച്ചാട്ടം കാണാനാണ് പോകുന്നത്. ഇത് നക്കോൺ ടച്ചസിമയിൽ നിന്ന് ഹാവ്യായി എന്ന് പറയുന്ന ഒരു നാഷണൽ പാർക്കിലേക്കുള്ള റോഡാണ്. കാടാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ വാട്ടർഫോൾസ് ഉണ്ട്, മൃഗങ്ങളൊക്കെ ഉള്ള കാടാണ്. ഒരു നാഷണൽ പാർക്കാണ്. സ്വാഭാവികമായിട്ട് നമ്മുടെ നാഷണൽ പാർക്ക് പോലെ തന്നെ. ഹാവ്യായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് മൗണ്ടൻ എന്നാണ് അർത്ഥം. വലിയ മൗണ്ടൻ. ഏതാണ്ടൊരു മൂന്നാറോ പൊന്മുടിയൊക്കെ പോകുന്ന പോലെ അത്യാവശ്യം കയറ്റമാണ്. ഇതിലെ സൈക്ലിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാരുമുണ്ട്. മൂന്നാർ പോലുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് റിസോർട്ടുകളുണ്ട്, ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. റോഡിൻ്റെ 2 സൈഡിലും ഒരുപാട് കഫേസ് ഉണ്ട്, ഒരുപാട് ഫ്ലവർ ഗാർഡൻസ് ഉണ്ട്. കഫേസ് ഇന്ത്യയിൽ കാപ്പി കുടിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണല്ലോ. ഭൂരിഭാഗം ആൾക്കാർക്ക് ചായയാണ് താല്പര്യം. അപ്പോൾ നമുക്കവിടെ ഒരു കഫേയുടെ കൾച്ചറില്ല. ഇവിടെ കഫേ അല്ലെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ആർട്ട് കഫേ പോലുള്ള സെറ്റപ്പുകളാണ് ഭൂരിഭാഗവും. റിലാക്സ് ചെയ്യുക, കാപ്പി കുടിക്കുക എന്നുള്ളൊരു കൾച്ചർ നമുക്കവിടെ ഇല്ലാത്തതാണ്. പറഞ്ഞ പോലെ ഇവിടുത്തെ ഉള്ളൊരു കഫേയാണ്. ലോക്കൽ ഫുഡും ഒക്കെയുള്ള ഒരു കഫേ. അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു അട്രാക്ഷൻ. ഒരു ചെറിയ വാട്ടർഫോള് പോലെ, വാട്ടർഫോളല്ലല്ലോ, തടയണ കെട്ടിയേക്കുന്നതാണ്. വെള്ളത്തിൻ്റെ കളർ നല്ല കിടിലൻ ഷാലോ വാട്ടറാണ്. ഇതിൽ ഇറങ്ങി കിടക്കാം. അതുപോലെ ബോട്ടിങ്ങും ഉണ്ട് ഇവിടെ. ഇങ്ങനെ തുഴഞ്ഞു പോവാം.
വെള്ളത്തിൻ്റെ കളർ ഷാലോ വാട്ടറാണ്. ഈ വെള്ളത്തിൻ്റെ കളർ കാണണം, ഒളിയാണ്. ഇത്രയും ക്ലിയർ ആയിട്ടുള്ള വെള്ളം എവിടെ കാണാൻ? ഞാനിവിടെ നോക്കി കഴിഞ്ഞാൽ കാണുന്ന വെള്ളത്തിൻ്റെ ഇതൊരു നാച്ചുറൽ സ്പ്രിങ് ആണ്, അതുകൊണ്ടാണ് വെള്ളത്തിന് ഈ കളർ. ഭയങ്കര ശാലമാണ് വാട്ടർ, ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. 조용한 밤 별빛이 내려와 네 웃음 속에 길을 찾아가 빈 거리 위에 노래 번져가 Midnight drive just you